ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് Node.jsൻ്റെ പുതിയ ഫ്രെയിംവർക്കായ NestJS ആണ്. സോ നമുക്കറിയാം Node.jsന് ഒരുപാട് ഫ്രെയിംവർക്ക്സ് ഉണ്ട്. എക്സ്പ്രസ്, ഫാസ്റ്റിഫൈ, ലൂപ്പാക്ക്, അങ്ങനെ ഒരുപാട് ഫ്രെയിംവർക്ക്സ് ഉണ്ട്. സോ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊജക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഫ്രെയിംവർക്ക് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൻസർ ചെയ്യേണ്ട 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് ആ ഫ്രെയിംവർക്ക് എന്നുള്ളതും, അതേപോലെ തന്നെ എന്തിനാണ് നമ്മൾ ആ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നത്, അതേപോലെ ഏതൊക്കെ ടൈപ്പ് പ്രൊജക്റ്റിനാണ് ആ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണം. ബേസിക്കലി ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് NestJS? NestJS ഒരു ബാക്കൻഡ് ഫ്രെയിംവർക്കാണ്. Node.js യൂസ് ചെയ്തിട്ടാണ് ഈ ബാക്കൻഡ് ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ നമ്മളിതൊരു റെസ്റ്റ് APIs ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ ഫ്രെയിംവർക്ക്സ് യൂസ് ചെയ്യുന്നത്. ബാക്കൻഡ് APIs ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടൈപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നതും. അതേപോലെ തന്നെ ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് ടൈപ്പ് സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കോൺഫിഗറേഷൻസ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടും പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ആംഗുലാറിന് ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഫോൾഡർ സ്ട്രക്ചറും ഈ ഒരു ആർക്കിടെക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ആംഗുലാർ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. ഒരു ആംഗുലാർ നമുക്കറിയാം ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്കാണ്, ബട്ട് NestJS ഒരു ബാക്ക് എൻഡ് ഫ്രെയിംവർക്കാണ്. സോ അതിൻ്റേതായ ഡിഫറൻസസ് ഉണ്ട്. ബട്ട് ബേസിക്കലി നമുക്ക് ആ ഒരു ഫോൾഡർ സ്ട്രക്ചറും നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്സൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ആംഗുലാറിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു പുതിയ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ഇതൊരു Node.jsൻ്റെയും ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെയും ആംഗുലാറിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഈ ഫ്രെയിംവർക്ക് വർക്കാവുന്നത്. ഓക്കെ, എന്താണ് NestJS? നമ്മൾ എന്തിനാണ് NestJS മെയിൻലി യൂസ് ചെയ്യുന്നത്? സോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോഡ് ബേസ് ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. നമുക്ക് ഒരു കമാൻഡ് ലൈൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഏതൊക്കെ ഫയൽസ് എവിടെയൊക്കെ പ്ലേസ് ചെയ്യേണ്ടതെന്ന് കുറേ റൂൾസ് ഉണ്ട്. സോ ആ റൂൾസ് ഫോളോ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാതിനെ Node.js യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ അതിൻ്റെ ഒരു എഫിഷ്യൻസി നമുക്ക് ഈ ഫ്രെയിംവർക്കിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് അറിയാം Node.js യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത വേറൊരു ഫ്രെയിംവർക്കാണ് Express.js. സോ Express.jsൻ്റെ മുകളിലാണ് ആക്ച്വലി NestJS ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് REST APIs ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് NestJS പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ടീമായിട്ടാണ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈസിലി കൊലാബറേറ്റ് ചെയ്യാനും പറ്റുന്നൊരു എൻവയോൺമെൻറ്റാണ് NestJS ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കോഡ് എഴുതാൻ പറ്റും. ബിക്കോസ് അത് ഒരു മൊഡ്യൂളർ ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ മൊഡ്യൂൾസായിട്ട് ഓരോരോ മൊഡ്യൂൾസായിട്ട് ക്രിയേറ്റ് ചെയ്യാം പ്രൊജക്റ്റിൽ. അതേപോലെ ഈ മൊഡ്യൂൾസ് ഡീകപ്പിൾഡ് ആണ്. ഒരു മൊഡ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ വലിയൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊഡ്യൂൾ വൈസ് ആയിട്ട് ടാസ്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നമുക്ക് പാരലലി കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് പോകാനും അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് NestJSലുണ്ട്. ഓക്കെ, എപ്പോഴാണ് NestJS യൂസ് ചെയ്യേണ്ടത്? നമുക്ക് കുറേ പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ സെനാരിയോയിലാണ് നമുക്ക് NestJS എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് തിങ് ഈസ് സ്കെയിലബിലിറ്റി. നമുക്ക് ഭയങ്കരമായിട്ട് സ്കെയിൽ ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണ്. കുറേ പേര് യൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് NestJS ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രൊജക്റ്റ് മൈക്രോ സർവീസസ് ആയിട്ട് എഴുതണം. ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് മൈക്രോ സർവീസസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ NestJS യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഈ ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് മൈക്രോ സർവീസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ മൊഡ്യൂളറൈസ്ഡ് ആയിട്ടാണ് എഴുതുന്നത് തന്നെ. അപ്പോൾ ഡിഫറെൻറ്റ് NestJS പ്രോജക്ട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ മൈക്രോ സർവീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഫങ്ഷനാലിറ്റി തന്നെ ലൈബ്രറീസ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് മൈക്രോ സർവീസസ് പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും NestJS യൂസ് ചെയ്തിട്ട്. അടുത്തത് നമുക്ക് കോംപ്ലക്സ് ആയിട്ട് കുറേ പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. കുറേ APIs വരുന്നത് അല്ലെങ്കിൽ കുറേ REST APIs എൻഡ് പോയിൻറ്റ്സ് വരുന്ന കുറേ പ്രോജക്ട്സ് പ്രൊജക്റ്റാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ GraphQL സപ്പോർട്ട് ഉണ്ട്. GraphQL യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ REST APIs ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
എന്നിട്ട് അത് നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു കോംപ്ലക്സ് പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് NestJS യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി അതിലെല്ലാ ഫങ്ഷണാലിറ്റീസും ലൈക്ക് മിഡിൽ വെയേഴ്സ് ആയാലും ഇൻ്റർസെപ്റ്റേഴ്സ് ആയാലും എല്ലാം ഉണ്ട്. നമുക്കത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് വലിയ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ പ്രൊജക്റ്റ് വലുതാണ്, അതേപോലെ തന്നെ വലിയ ടീമായിട്ടാണ് നമുക്ക് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് NestJS യൂസ് ചെയ്തിട്ട് അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ CLI ടൂൾസ് ഉണ്ട്. അതേപോലെ തന്നെ ഭയങ്കര എല്ലാം ഓർഗനൈസ്ഡ് ആണ്, ഒരു സ്റ്റാൻഡേർഡ് വേയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ബോർഡിലായിരിക്കും കോഡ് എഴുതുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് NestJSൻ്റെ ഡോക്യുമെൻറ്റേഷൻ വെബ്സൈറ്റ്. നമുക്ക് കാണാം ഇത് പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആണ്. എല്ലാം ഓരോ സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ട് പ്രോപ്പർലി എല്ലാത്തിനും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ്, ടെക്നിക്സ്, ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, അതുപോലെ GraphQL, മൈക്രോ സർവീസ്, ഓരോന്നും ഓരോ സെക്ഷൻസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഡോക്യുമെൻറ്റേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് NestJS നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഫസ്റ്റ് പ്രോജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ കാണാം. ഓക്കെ, see you in the next video. Thank you.